44 വർഷമായി ഗാന്ധി കുടുംബത്തിന്റെ കുത്തകയായിരുന്ന ഉത്തർപ്രദേശിലെ അമേഠി മണ്ഡലത്തിൽ മത്സരിക്കേണ്ട എന്ന് രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് ഗൗരവമായ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് കണ്ടെത്തൽ. ഗാന്ധി കുടുംബം അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിലെ വിജയസാധ്യത പരിശോധിക്കാൻ 16 സർവേകളാണ് നടത്തിയതായി പറയപ്പെടുന്നത്. ഗാന്ധി കുടുംബത്തിൽ നിന്നും ഒരാൾ റായ്ബറേലിയിൽ മത്സരിച്ചാൽ ജയം ഉറപ്പാണെന്ന് സർവേ പ്രവചിച്ചിരുന്നു. എന്നാൽ അമേഠിയിൽ വിജയസാധ്യത 50% മാത്രമാണെന്നായിരുന്നു കണ്ടെത്തൽ. ഇതോടെയാണ് രാഹുൽ ഗാന്ധി അമേഠി വിട്ട് റായ്ബറേലി തിരഞ്ഞെടുക്കാൻ കാരണമായത്. രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചാൽ ഒരു സീറ്റ് ഒഴിയുമ്പോൾ നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനും പദ്ധതിയുള്ളതായി അറിയുന്നു. 2014 രാഹുൽ ഗാന്ധിയോട് തോറ്റ സ്മൃതി ഇറാനി 2019 55,200 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചത് ഗാന്ധി കുടുംബത്തിന് വലിയ ഷോക്കായിരുന്നു. ഇനി ഒരു വട്ടം കൂടി പരാജയപ്പെട്ടാൽ ഗാന്ധി കുടുംബത്തിന്റെ അജയ്യത ചോദ്യം ചെയ്യപ്പെടും. ജനങ്ങൾക്കിടയിൽ വിലയില്ലാത്ത കുടുംബം എങ്ങനെ ഒരു സ്വാതന്ത്ര്യ സമരത്തോളം പഴക്കമുള്ള പാർട്ടിയെ കൊണ്ടു നടക്കും എന്ന ചോദ്യവും ഉയരും. എന്തായാലും ഗാന്ധി കുടുംബത്തിന് ജനങ്ങൾക്കിടയിലെ സ്വാധീനം കുറയുന്നതിന്റെ ലക്ഷണമാണ് അമേഠിയിൽ നിന്നും മത്സരിക്കാതെ മാറി നിൽക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. സോണിയാഗാന്ധിയുടെ വലം കൈയായ കിഷോരി ലാൽ ശർമ്മയ്ക്കാണ് അമേഠി സീറ്റ് നൽകിയത്. എന്തായാലും ഇതോടെ സ്മൃതി ഇറാനിയുടെ വിജയം അമേഠിയിൽ ഉറപ്പായി കഴിഞ്ഞു. 1967 അമേഠി ലോക്സഭാ മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം അവിടെ 3 തവണ മാത്രമാണ് കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുള്ളത്. 1977 ജനതാദളിന്റെ രവീന്ദ്ര പ്രതാപ് സിംഗും 1998 BJPയുടെ സഞ്ജയ് സിംഗും 2019 സ്മൃതി ഇറാനിയുമാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചിട്ടുള്ളത്. 2004 പാർലമെന്ററി രാഷ്ട്രീയത്തിലെത്തിയ രാഹുൽ ഗാന്ധി അമേഠിയിൽ 3 തവണ വിജയിച്ചിട്ടുണ്ട്. 1980 സഞ്ജയ് ഗാന്ധി അമേഠിയിൽ നിന്ന് വിജയിച്ചുവെങ്കിലും MP ആയിരിക്കെ വിമാനാപകടത്തിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു. ഇതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 1981 രാജീവ് ഗാന്ധി അമേഠിയുടെ MP ആയി. സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യ മനേക ഗാന്ധിയാണ് 1984 രാജീവിനെതിരെ മത്സരിച്ചത്. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനും ജനതാദൾ സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഗാന്ധിയെയാണ് 1989 രാജീവ് പരാജയപ്പെടുത്തിയത്. 1991 രാജീവിന്റെ മരണശേഷം കോൺഗ്രസിന്റെ സതീഷ് ശർമ്മയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 1998 BJPയുടെ സഞ്ജയ് സിംഗ് ജയിച്ചു. 1999 സോണിയാഗാന്ധി എത്തി മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് ചെയ്തത്. 1952 ഫിറോസ് ഗാന്ധി ആദ്യമായി മത്സരിച്ച മണ്ഡലം കൂടിയാണ് റായ്ബറേലി. 1960 ഫിറോസിന്റെ മരണശേഷം കോൺഗ്രസ് നേതാവ് RP സിംഗും 1962 ബൈജ്നാഥ് കൂറിലും ഇവിടെ നിന്ന് വിജയിച്ചു. 1967 മുതൽ 77 വരെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു. 1980 മേധക്കിലും റായ്ബറേലിയിലും മത്സരിച്ച് ജയിച്ച ഇന്ദിര റായ്ബറേലിയിലെ MP സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ അമ്മായിയായ ഷീല കൗളാണ് 1989 91 റായ്ബറേലിയെ പ്രതിനിധീകരിച്ചത്. സോണിയാഗാന്ധി വരുന്നതുവരെ കോൺഗ്രസിന്റെ സതീഷ് ശർമ്മയായിരുന്നു ഇവിടെ നിന്നുള്ള MP. 2004 മുതൽ സോണിയാണ് റായ്ബറേലിയിൽ നിന്ന് ജയിച്ചു കയറിയത്.